എല്ലാവർക്കും നമസ്കാരം. ഒച്ചടച്ചിരിക്കുകയാണ്. എങ്കിലും 2 ദിവസമായി ഇത് പറയാതിരിക്കാൻ വീണ്ടും തോന്നാത്തത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിഷയം. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയപരമായി പലതര വിയോജിപ്പുകളും ഉണ്ട്. എങ്കിലും പേഴ്സണലി വ്യക്തിപരമായി ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കുന്ന പീഡന പരാതി, പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ അവരുടെ സമ്മതമില്ലാതെ ശാരീരികമായി ഉപദ്രവിക്കുക അല്ലെങ്കിൽ ശാരീരിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പീഡനം എന്ന് പറയുന്നത്. പക്ഷേ സ്വമനസ്സാലെ പ്രായപൂർത്തിയായ 2 വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് പീഡനമാകുന്നത്? സുപ്രീം കോടതി വിധി പോലും വന്നിട്ടുള്ളതാണ്. സ്വയമേ ഉള്ള അല്ലെങ്കിൽ 2 പേർ ഇഷ്ടത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരിക്കലും കുറ്റകൃത്യമല്ല എന്നുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു വേണമെന്ന് ആവശ്യം പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ഒരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുകയും 2 പേരും സ്വയം ഇഷ്ടത്തോടു കൂടി സൗഹൃദം തുടരുകയും അവർ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതിനെ ഒരു ജനപ്രതിനിധി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തെ മാത്രം എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? പിന്നെ അദ്ദേഹം ആ ചെയ്തതിനോട് യോജിക്കുന്നോ വിയോജിക്കുന്നോ എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പീഡനം എന്ന ഒരു വാക്ക് പോലും ഇതിനകത്ത് ഉപയോഗിക്കാൻ ആ സ്ത്രീക്കും അർഹതയില്ല, രാഹുലിനെതിരെ ആരോപിക്കുന്നവർക്കും അർഹതയില്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രമുള്ള രാഷ്ട്രീയ പാർട്ടി പോലും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളോട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകളാകാം, രാഷ്ട്രീയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിനെതിരെ നിങ്ങൾ റിയാക്ട് ചെയ്യുകയും ചെയ്യണം എന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് പീഡനം എന്നൊരു വാക്ക് ഇവിടെ വരേണ്ട കാര്യം എന്താ? ഇതെല്ലാം കഴിഞ്ഞ് 2 പേര് തമ്മിൽ ഈ ബന്ധപ്പെടലുകളും അല്ലെങ്കിൽ ഈ സൗഹൃദവും എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ മനുഷ്യ സഹജമായ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ആ സൗഹൃദത്തിൽ ഉരസലുകളോ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഈ സ്ത്രീക്ക് ആരോപിക്കാനുള്ള ഒരു വാക്കാണോ ഈ പീഡനം എന്നുള്ളത്? എൻ്റെ ഒരു സംശയമാണ്. ദയവായി എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല എല്ലാ പുരുഷന്മാർക്കും, ഒരുപാട് പുരുഷന്മാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരേ മനസ്സോടുകൂടി 2 പേരും പ്രണയിക്കുന്ന സമയത്തോ സൗഹൃദം തുടരുന്ന സമയത്തോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് എന്നെ പീഡിപ്പിച്ചു എന്ന് കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതിനകത്ത് എന്താണ് പീഡനം? എവിടെയാണ് ഒരു പുരുഷൻ മാത്രം അതിന് തെറ്റുകാരനാകുന്നത്? അവിടെ പുരുഷനും സ്ത്രീയും ഒരുപോലെ തെറ്റുകാരല്ലേ? 2 പേരും ഒരുമിച്ച് എടുത്ത തീരുമാനമല്ലേ അത്? പല സ്ത്രീകളും ഒരു പുരുഷനോട് ചിലപ്പോൾ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സ്ത്രീ പിന്മാറുന്നില്ലേ? സ്ത്രീ പിന്മാറുമ്പോൾ പുരുഷൻ കൊണ്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാറുണ്ടോ? എന്താണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തത്? നിയമം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം അനുകൂലിക്കാനുള്ള സാധനമല്ല. ഇവിടെ സ്ത്രീയും പുരുഷനും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും, ഇവിടെ ഏത് കമ്മ്യൂണിറ്റി ഉണ്ടോ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഒരുപോലെയാണ് നിയമം ഉണ്ടാവേണ്ടത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സാധനം സ്ത്രീക്കൊന്നും പുരുഷനൊന്നും അല്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ഭരണഘടന നിയമം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇത് നിയമം ഒന്നും നടപ്പിലാക്കുന്ന നീതി 2ഉം ആണെങ്കിൽ അവിടെ എന്ത് ഫെമിനിസമാ ഉള്ളത് സുഹൃത്തുക്കളെ? ഞാനൊരു ഫെമിനിസ്റ്റാണ് എന്ന് കരുതി എല്ലാം സ്ത്രീക്ക് മാത്രമാണ് അനുകൂലമാകേണ്ടത്. അന്നേരം പിന്നെ പുരുഷനോ? ഞാനൊരു വാപ്പയുടെ മകളാണ്, എനിക്കൊരു ഭർത്താവുണ്ട്, എനിക്കൊരു മകനുണ്ട്, ഞാനൊരു ഉമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, മകളാണ്. അങ്ങനെ ഒരുപാട് പേരുകളിൽ എനിക്ക് ചുറ്റുമുള്ള ആണുങ്ങൾ എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ഉമ്മായെന്നും മോളെയെന്നും ചേട്ടത്തിയെന്നും അനിയത്തിയെന്നും മാമിയെന്നും കുഞ്ഞായെന്നും ഒക്കെ വിളിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ എൻ്റെ ചുറ്റിലുമുണ്ട്. നാളെ അവർക്കും ഇത് സംഭവിക്കാം. നമ്മൾ ഈ പറയുന്ന സ്ത്രീകൾ ആരും തന്നെ, ഈ ഫേസ്ബുക്കിൽ രാഹുലിനെതിരെ കമന്റ് ഇടുന്ന സ്ത്രീകൾ ആരും തന്നെ എന്താ അത് ചിന്തിക്കാത്തത്? എന്റെ വിവരം കെട്ട പുരുഷന്മാരെ, ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. നിയമവും നീതിയും എല്ലാം സ്ത്രീക്ക് മാത്രം അനുകൂലമാകുന്ന പക്ഷം നിങ്ങൾ ഈ പോകുന്ന കാര്യത്തിനൊക്കെ നിങ്ങളും തെളിവുകളൊക്കെ എടുത്തു വെക്കൂ. സ്ത്രീക്ക് മാത്രമല്ല ഈ തെളിവുകളും അനുകൂലമായിട്ടും എല്ലാം പുറത്തേക്ക് വരുന്നത്.
ഒന്നുകിൽ നിങ്ങൾ ഈ പരിപാടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് എന്റെ പ്രതിച്ഛായയെ ബാധിക്കും എന്നുള്ളൊരു ബോധം ഈ രാഹുലിന് വേണമായിരുന്നു. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, നിയമപരമായി വിവാഹം കഴിക്കുകയും ഒരു കുടുംബമായി തുടരുകയും ഞാൻ അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു ജനപ്രതിനിധിയായും തുടരേണ്ട ആളാണെന്നൊരു ബോധം രാഹുലിന് വേണമായിരുന്നു. അതില്ലാതെ എല്ലാ ആണുങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സെക്ഷൽ അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് തോന്നുന്ന പ്രണയമോ അതിനെയൊന്നും ഞാനൊരിക്കലും തെറ്റു പറയുന്നില്ല കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ തോന്നി അത് പോയതിനു ശേഷം പിന്നെ ഉരസലുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാത്രം തെറ്റുകാരനാകുന്നത്? അപ്പോൾ രാഹുലിനോടൊപ്പം പോയ വിവാഹം കഴിഞ്ഞ ഈ സ്ത്രീയോ? അവർ ഓൾറെഡി വിവാഹിതയാണ്, ഡിവോഴ്സ് പോലും ചെയ്തിട്ടില്ല. ഡിവോഴ്സ് പോലും ചെയ്യാതെയാണ് രാഹുലിനോടൊപ്പം ബന്ധം സ്ഥാപിച്ചതും ഇപ്പോൾ രാഹുലിന് എതിരെ അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതും. അപ്പോൾ രാഹുൽ എങ്ങനെയാണ് പീഡിപ്പിച്ചത്? രാഹുൽ ഇവരെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവരെ പോയി പീഡിപ്പിച്ചോ? അതോ ഇവര് വഴിയിൽ യാത്ര ചെയ്യുന്ന സമയം ഇവരെ മയക്കുമരുന്ന് കുത്തിവെച്ചോ അല്ലെങ്കിൽ ഉറക്ക ഗുളിക കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തിയോ ഇവരെ കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയാണോ രാഹുൽ ചെയ്തത്? ഒരിക്കലുമല്ല. സ്വന്തം ഇഷ്ടത്തോടെയാണ് രണ്ടുപേരും ഈ ബന്ധം തുടർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയതെന്നല്ല, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സ്ത്രീയെ ഒരു വട്ടമായി പീഡിപ്പിക്കാൻ പറ്റും ഇല്ലേ? ഒരു വട്ടം ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പറ്റും. പക്ഷെ നാളുകളോളം എങ്ങനെയാണ് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത്? അപ്പം സ്ത്രീയും കൂടെ സമ്മതിച്ചിട്ടല്ലേ ആ ബന്ധം തുടരുന്നത്. അപ്പൊ രാഹുൽ മാത്രം ദയവായിട്ട് എന്റെ രാഷ്ട്രീയ ആൾക്കാര്, ഞാൻ പേരൊന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും രാഹുലിനെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഒരു പുരുഷൻ എന്ന നിലയിലും കൂടി ചിന്തിക്കുക. പുരുഷന് മാത്രമല്ല ഈ നിയമം ബാധകം, സ്ത്രീക്കും ബാധകമാണ്. സ്ത്രീയും വാക്ക് കൊടുത്തതിന് ശേഷം പിന്മാറുന്നുണ്ട്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ് ഇതെല്ലാം കേട്ടോ. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. പീഡനം എന്ന ഒരു വാക്ക് ഈ ഒരു കേസിൽ ഉപയോഗിക്കാനേ പാടില്ല. രാഹുൽ എന്തെങ്കിലും പറഞ്ഞു വഞ്ചിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, തികച്ചും വ്യക്തിപരമായ കാര്യം. പക്ഷെ ഇവിടെ ഒരിക്കലും പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഒരൊറ്റ തവണ മാത്രമേ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പറ്റൂ. പല തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി വരുന്ന കാര്യങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾ തുടരുക. അല്ലെങ്കിൽ രാഹുൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇതാക്കാൻ പറഞ്ഞതോ ഒക്കെ നിങ്ങൾ നിയമപരമായി നീങ്ങൂ. അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിയമവശങ്ങളുണ്ട്. പക്ഷെ ആ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് ദയവായിട്ട് ഇതിനകത്ത് എടുത്തു മാറ്റണം. ഈ പീഡനം എന്ന് ആവർത്തിച്ച് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വീണ്ടും പറയുകയാണ്, രാഹുലിന്റെ രാഷ്ട്രീയ പാർട്ടിയും എന്റെ രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ള ആള് തന്നെയാണ് ഞാൻ. പക്ഷേ പുരുഷന്മാർക്ക് അനുകൂലമായി കുറെ കാര്യങ്ങൾ ഇവിടെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. നന്ദി.